ഇന്ത്യയിലെ വൺ ഓഫ് ദി ഡെഡ്ലിയസ്റ്റ് റോഡും ഹെയർ പിൻ ബെൻഡുകളുടെ കാര്യത്തിൽ സെക്കൻഡ് ലാർജസ്റ്റുമായ 70 മരണവളവുകളുള്ള കൊല്ലി ഹിൽസിലേക്ക് അല്ലെങ്കിൽ ഡെത്ത് ഹിൽസിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഇത് കേരളത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ കമ്പം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓഗസ്റ്റ് മാസം ആയതുകൊണ്ടും ഓണം സീസൺ ആയതുകൊണ്ടും കേരളത്തിലേക്കുള്ള പൂക്കളൊക്കെ ഇവർ റെഡിയാക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. നമ്മൾ യാത്ര തുടങ്ങിയത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുന്ന് 367 കിലോമീറ്റർ യാത്ര ചെയ്യണം കൊല്ലി ഹിൽസിലെത്താനായിട്ട്. നമ്മൾ പോകുന്ന റൂട്ടിങ്ങിനാണ് കുമളി, കമ്പം, തേനി, ഡിണ്ടിഗൽ, നാമക്കൽ, പിന്നെ കൊല്ലി ഹിൽസ്. ഈ പോകുന്ന വഴിക്കാണ് തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഉറവിടമായ ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് ഒറിജിനൽ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയും കഴിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങനെ 7.5 മണിക്കൂർ നീണ്ട ഡ്രൈവിനൊടുവിൽ നമ്മൾ നാമക്കൽ എത്തിയേക്കുവാണ്. ഇവിടുന്ന് 55 കിലോമീറ്റർ പോകാനുണ്ട് കൊല്ലി ഹിൽസിലേക്ക്. അതും ഏകദേശം 2 മണിക്കൂർ മിച്ചമെടുക്കും. ഇപ്പം എറണാകുളം സൈഡിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ പാലക്കാട്, കോയമ്പത്തൂർ, അവിടുന്ന് നാമക്കൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അതും ഏകദേശം 380 കിലോമീറ്റർ ആണ് കൊല്ലി ഹിൽസ് വരെ. നേരം ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിരുന്നു. ഈ വഴിയൊക്കെ രാത്രിക്ക് യാത്ര ചെയ്യാൻ അത്ര സേഫ് ആണെന്ന് തോന്നിയില്ല. അപ്പോൾ നേരെ കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ അധികം കറങ്ങിത്തിരിയാതെ കൊല്ലി ഹിൽസ് എത്തി എവിടെയെങ്കിലും സ്റ്റേ സെറ്റാക്കാനുള്ള ഒരു ഓട്ടത്തിലായി. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വഴികളാണ്. അങ്ങനെ കൊല്ലി ഹിൽസിലോട്ടുള്ള എൻട്രൻസ് അവിടെ എത്തിയേക്കാണ്. കാരവല്ലി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 30 കിലോമീറ്ററാണ് മാപ്പിൽ കാണിച്ചേക്കുന്നത്. 1.25 മണിക്കൂർ, 70 ഹെയർ പിൻ കയറാനുണ്ട്. 70 ഹെയർ പിൻ നമുക്ക് കയറാനുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം സമയം 6:25. അപ്പോൾ ഇരുട്ടി തുടങ്ങി. നമുക്കിപ്പം എന്തായാലും കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് നാളെ രാവിലെ എണ്ണീറ്റിട്ട് കൊല്ലി ഹിൽസിലെ കാഴ്ചകളൊക്കെ കാണാം. ഏതായാലും ചുരം കയറി തുടങ്ങാം. എന്നാലും രാത്രി ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. നേരെ നല്ലപോലെ ഇരുട്ടി തുടങ്ങിയിരുന്നു. അവിടെയൊക്കെ കുറേ റൈഡേഴ്സിനെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു കാറിനൊക്കെ വരുന്നതിലും നല്ലത് ബൈക്കിനൊക്കെ വരുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്കിനും വേറൊരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് 50 രൂപ അടയ്ക്കണം. അത് കേരള വണ്ടിക്ക് മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി വണ്ടിക്കാരുകളൊന്നും മേടിക്കുന്നത് നമ്മളോട് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇപ്പം അത് റെസിപ്റ്റ് ഒന്നും കിട്ടിയില്ല, അറിയത്തില്ല അതെന്താ സംഭവം. ഏതായാലും 50 രൂപ കൊടുത്തേച്ചു. നമ്മുടെ ഈ കാലയിലൊക്കെ വെരിക്കോസ് പോലാണ് മാപ്പിലെ വഴി ഫുള്ള് 70 ഹെയർ പിൻ എന്ന് പറഞ്ഞാൽ 70 കണ്ടിന്യൂസ് ഹെയർ പിൻസ് ആണ്. അങ്ങനെ അതല്ലാതെ അല്ല, 70 ഇങ്ങനത്തെ സംഭവങ്ങളാണ്. മനസ്സിലായോ? ഹെയർ പിൻ ഇല്ലടാ, പിന്നെ നമ്മുടെ തലയിലൊക്കെ വെക്കുന്ന ഹെയർ പിന്ന്, അതാ സാധനം. ഇവിടെ മറ്റേ താമരശ്ശേരി ചുരം പോലെ 1/70, 2/70 അത് എഴുതിയിട്ടില്ല. ബോർഡുകൾ ഉടനെ സ്ഥാപിക്കാൻ പറയും. നിങ്ങൾ ഇറങ്ങി വരുമ്പോഴേക്ക് എണ്ണാൻ വേണ്ടിയില്ല. സാറിന്റെ ഹോൾഡ് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കേ. ഇറങ്ങി വരുമ്പോഴേക്ക് എണ്ണണോ? മാപ്പിൽ കണ്ട പോലെ തന്നെ കയറി വരുമ്പോഴത്തേക്കിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ അങ്ങ് ഇരുട്ടി. ശരിക്കും വളവൊന്നും അത്ര നീറ്റായിട്ട് കാണാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. എങ്കിലും വണ്ടികളുടെ ഒഴുക്കിൽ ഒരു കുറവില്ലായിരുന്നു. ഏകദേശം മുകളിലെത്തി കഴിയുമ്പം ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് താഴെ കൂടെ പോകുന്ന വണ്ടികളൊക്കെ കാണാൻ പറ്റും. അത് നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ കൊല്ലിമലയുടെ മുകളിൽ പോയിട്ട് അവിടെ എവിടെയെങ്കിലും അക്കോമഡേഷൻ സെറ്റാക്കാം എന്നായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് 3 ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയതുകൊണ്ടും നല്ല തിരക്കായിരുന്നു. നമുക്ക് അക്കോമഡേഷൻ അവിടെ കിട്ടിയില്ല. പിന്നെ ഈ കയറ്റം എല്ലാം തിരിച്ചിറങ്ങി നാമക്കൽ തന്നെ പോയി റൂം എടുക്കേണ്ട അവസ്ഥ വന്നു. അതൊരല്പം മടുപ്പുണ്ടാക്കിയൊരു സംഭവമായിപ്പോയി. എങ്കിലും പിറ്റേന്ന് രാവിലെ തന്നെ എണ്ണീറ്റ് നമ്മൾ കൊല്ലിയിലൊക്കെ കയറി മുകളിലെത്തി. കൊല്ലി ഹിൽസിൽ വരുന്നവർ മെയിനായിട്ടും പോകുന്ന ഒരു അമ്പലമുണ്ട് ഇവിടെ, ഒരു ശിവക്ഷേത്രം. നമ്മൾ രാവിലെ തന്നെ അവിടേക്കാണ് പോയത്.
ഇവിടെ ഒരു വേറൊരു പ്രശ്നം തോന്നിയത് എല്ലായിടത്തും തമിഴിലുള്ള ബോർഡ് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷോ വേറെ ലാംഗ്വേജസ് ഒന്നും ഇല്ല. നമുക്കതുകൊണ്ട് മനസ്സിലാക്കാൻ പാടാം എന്താ സംഭവം. ശിവ ശിവ എന്ന് മാത്രം. അത് ബേസിക്കലി നമ്മളൊരു ഊഹം കൊണ്ട് ശിവ എന്ന് മനസ്സിലായിരുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവന്റെ ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നീ എല്ലാവരോടും ചോദിച്ചു എന്നാ സംഭവം. யூஸ்வலா வந்து எல்லா இடத்தும் இங்கிலீஷ்ல போடுவாங்க. அந்த இங்க எல்லா இடத்தும் தமிழ் மட்டும்தான் இருக்கு. ஸோ கொஞ்சம் அது படிக்குங்களா? இது அந்த கோயில் நேம் இந்து சமய அறநிலைத்துறை அருள்மிகு அறம் வளர்த்த நாயகி. கோயில் நேம் சொல்லுங்க. அருள்மிகு அறப்பள்ளீஸ்வரர் சுவாமி திருக்கோவில், பெரிய கோவிலூர், கொல்லிமலை, நாமக்கல் மாவட்டம். 7 காலையில 7, மத்தியானம் 1, ஆஃப்டர்நூன் 2:30 to 7. ഓക്കെ താങ്ക് യു. ഈ ക്ഷേത്രത്തിന്റെ പേര് അരപ്പളീശ്വർ ടെമ്പിൾ എന്നാണെന്നും രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ, പിന്നെ വിശേഷ ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയും ഇത് ഓപ്പൺ ആണെന്നും അവിടെ നിന്ന് അറിയാൻ പറ്റി. 500 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. കുറെ അധികം പ്രതിഷ്ഠകളും ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ആളുകൾ അതിലെ പ്രദക്ഷിണം വെക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് ആഗയ ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസിന്റെ എൻട്രൻസ്. അത് പോയിട്ട് വരണമെങ്കിൽ മിനിമം 4 മണിക്കൂർ എടുക്കുമെന്നാണ് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു. അല്ലെങ്കിൽ കൊല്ലി ഹിൽസും അതിന്റെ 70 ഹെയർ പിൻസിന്റെയും ആ വ്യൂ നമുക്ക് മിസ്സാകും. അതുകൊണ്ട് അവിടുന്ന് വിട്ടു നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഈ കൊല്ലി ഹിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ സിക്കിമിലെ 100 ഹെയർ പിൻ ബെൻസ് ഉള്ള സുലുക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം കൊല്ലി ഹിൽസിനാണ്. 70 ഹെയർ പിൻ ബെൻസ് ഉണ്ട്. ഈസ്റ്റേൺ ഗഡ്സിലുള്ള ഈ ഹില്ലിന് സമുദ്രനിരപ്പിൽ 4265 അടി ആണ് ഉയരമുള്ളത്, അതായത് 1300 മീറ്റർ. ഈ ഒരു ഹില്ല് തമിഴ്നാട്ടിലെ നാമക്കൽ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കൊല്ലി ഹിൽസിലെ മെയിൻ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഈ ഒരു ഹെയർ പിൻ ബെൻസിന്റെ വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറിനൊക്കെ വരുമ്പോഴത്തേക്കിനും അത് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ബൈക്കേഴ്സിന് അതൊരു നല്ല അനുഭവമായിരിക്കും. കുറെ വളവുകളും ബൈക്കൊക്കെ ആസ്വദിച്ച് ഓടിക്കാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ കുറെ അപകടങ്ങളും അപകട മരണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടാണിത്. നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട താമരശ്ശേരി ചുരത്തിന് വെറും 9 ഹെയർ പിൻ ബെൻഡുകളേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹെയർ പിൻ ബെൻസ് ഒക്കെ ഉള്ള പൊന്മുടിക്കും 21ഓളം ഹെയർ പിൻ ബെൻസ് മാത്രമേ ഉള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പം 70 ഹെയർ പിൻ ബെൻഡ് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവർക്ക് ഇത് നല്ലൊരു അനുഭവമാകും. അതല്ലാതെ അതിൽ കൂടുതൽ എൻജോയ്മെന്റ് ഒക്കെ ഇവിടുന്ന് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളവിടെ പോയത് ഓഗസ്റ്റ് 15-നാണ്, സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ്. അപ്പോൾ അവിടെയുള്ളവരുടെ കൂടെ ആ സ്വാതന്ത്ര്യദിനം അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.